നമസ്കാരം. ഈ നാട്ടിൽ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ ഒരു സംഘി ചെയ്ത ചെറ്റത്തരം നോക്കണേ. മലപ്പുറം തിരൂരിൽ ഹോട്ടൽ നടത്തുന്ന ശ്രീജിത്ത് എന്ന സംഘി, അദ്ദേഹം ഈ നോമ്പ് കാലഘട്ടത്തിൽ തൻ്റെ ഹോട്ടൽ തുറന്നപ്പോൾ അവിടെ മുസ്ലിങ്ങൾ വന്ന് അതിക്രമം കാണിച്ചു, ഹോട്ടൽ തല്ലിത്തകർത്തു എന്ന തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ വ്യാജ പ്രചരണം. തെമ്മാടിത്തമാണോ അല്ലയോ? അതായത് സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ സംഘികളായിട്ടുള്ളവർ എത്രമാത്രം വിഷമുള്ളവരാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. മലപ്പുറത്ത് മതവിദ്വേഷ പ്രചാരണം നടത്തിയ ആൾ അറസ്റ്റിലായി. കുറ്റിപ്പുറം സ്വദേശിയായ ശ്രീജിത്താണ് പിടിയിലായിരിക്കുന്നത്. നോമ്പുകാലത്ത് ഹോട്ടലിൽ ഭക്ഷണം വെച്ചതിന് മുസ്ലിങ്ങൾ ആക്രമിച്ചു എന്നായിരുന്നു വിദ്വേഷ പ്രചാരണം. തിരൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കേട്ടല്ലോ, വ്രതശുദ്ധിയുടെ കാലമാണ്. മലപ്പുറം പോലുള്ളൊരു പ്രദേശത്ത് മുസ്ലിങ്ങളുടെ ഹോട്ടലുകൾ ചിലതൊന്നും തുറക്കാറില്ല. കാര്യം അവർ ജലപാനം കഴിക്കാത്തത് കൊണ്ടും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവകാശം അവർക്കില്ലേ? അവർക്കുണ്ടെന്ന്. ഈ അടുത്ത കാലത്ത് പൊന്നാനിയിലേക്ക് പോയ ചില ഓൺലൈൻ അല്ലെങ്കിൽ യൂട്യൂബർമാർ എല്ലാം കൂടി ചേർന്ന് അവിടെ ഫുഡ് വിളമ്പുന്ന കാഴ്ചകൾ കാട്ടിത്തന്നതാണ്. ചിലയിടങ്ങളിലുണ്ട്, ചിലയിടങ്ങളിലില്ല. മലപ്പുറം ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ പലരും ഭക്ഷണം കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലോ അല്ലെങ്കിൽ ഭക്ഷണശാലകളോ തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കച്ചവടം ഉണ്ടാകില്ല, കൈനഷ്ടം വരും. സ്വാഭാവികമായിട്ടും എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ തുറക്കാറുമുണ്ട്. അതിനവർക്ക് അവകാശമില്ലേ? ഈ നാട്ടിൽ ഓണം വരുന്ന സന്ദർഭങ്ങളിൽ എത്ര ഹിന്ദുക്കൾ കട തുറന്നിരിക്കാറുണ്ട്? അവരുടെ ഭക്ഷണശാലകൾ തുറക്കാറുണ്ടോ? അന്ന് ഈ നാട്ടിൽ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വ്രതശുദ്ധിയുടെ കാലമാണ്, പെരുന്നാൾ കാലഘട്ടത്തിൽ അവർ നൊയമ്പിലാണ്. അതുകൊണ്ട് അവരിൽ ചിലർ അവരുടെ ഭക്ഷണശാലകൾ ഭൂരിപക്ഷമാണ് അവർ നടത്തുന്നതെങ്കിൽ അതിൽ കുറേയേറെ അടഞ്ഞു കിടക്കും എന്നുള്ളത് വസ്തുതയാണ്. എന്ന് കരുതിക്കൊണ്ട് അവിടെ ഭക്ഷണം വിളമ്പുന്ന ആർക്കെതിരെയും അവർ ഒരു അതിക്രമവും കാണിച്ചതായിട്ടൊരു റിപ്പോർട്ടില്ല. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ, മനുഷ്യർ ഇതിൻ്റെ പേരിൽ തമ്മിൽ തല്ലി ചാകട്ടെ, അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം ശത്രുക്കളായി മാറട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പറയുന്നത്. ഒരു വിഷപ്പാമ്പിനെയും ഒരു സംഘിയെ ഒരുമിച്ച് കണ്ടാൽ ആദ്യം തല്ലി ഓടിക്കേണ്ട ഒരു സംഘിയാണെന്ന് പറയേണ്ടി വരുന്നത്. അവൻ നല്ല വിനയാന്വിത ഭാവത്തിൽ വളരെ സത്പുത്രന്റെ ലുക്കിൽ നടക്കുന്ന വിഷജന്തുവാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ ഒരു പ്രശ്നത്തെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താനൂർ പോലീസ് ഈ വിഷജന്തുവിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും കേരളത്തിലെ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. കാര്യം ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ സന്ദേശം പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസ് സ്വന്തം നിലയ്ക്കാണ് ഈ വിഷജന്തുവിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. കുടുംബശ്രീയിലെ 3 പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഹോട്ടലിലേക്ക് ഇരച്ചെത്തിയ മുസ്ലിം മതവിഭാഗക്കാർ തല്ലി തകർത്തു എന്ന രീതിയിലാണ് ഈ സംഘി നാറി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇവന്റെ ഉദ്ദേശം എന്താണ്? ഈ നാട്ടിലെ ജനങ്ങൾ തമ്മിൽ കലാപമുണ്ടാക്കണം, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലടിക്കണം, അതിനൊരു വിദ്വേഷം ഉണ്ടാക്കണം, മുസ്ലിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കണം, ഹിന്ദുക്കളെ കൊണ്ട് അവരെ ശത്രുതാപക്ഷത്ത് നിർത്തണം, ശത്രുവായി കാണാനുള്ള ചില വ്യാജ കഥകൾ ഉണ്ടാക്കണം. ഇതാണ് ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യം വെച്ചപ്പോൾ ഇപ്പോൾ അത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ തെമ്മാടി കാണിച്ച ആ തെമ്മാടിത്തരത്തെക്കുറിച്ച് നാടറിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഒരു സംഘി സൽസ്വഭാവിയെ പോലെ കുറിയൊക്കെ തൊട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരു വിശ്വാസിയെ പോലെ പച്ച നുണകൾ പറയും. കണ്ണടച്ച് വിശ്വസിക്കരുത്. കാര്യം ഇവന്റെയൊക്കെ ഉദ്ദേശം തീർത്തും അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ നാട്ടിൽ എങ്ങനെയും ഭിന്നിപ്പുണ്ടാക്കി മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിച്ച് എങ്ങനെയും അവർക്കിവിടെ സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള വൃത്തികേടുകൾ ഈ സന്ദർഭത്തിൽ നടത്തുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ നാട്ടിലെ മനുഷ്യരെ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗക്കാരുടെ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ശ്രീജിത്ത് എന്ന് പറയുന്ന സംഘിയുടെ ഉള്ള് എത്രമാത്രം വിഷമാണെന്ന് നാട് ചിന്തിക്കേണ്ടതാണ്. ഇത് ആ ഒരു ശ്രീജിത്ത് മാത്രമല്ല, ഭൂരിപക്ഷം സംഘികളുടെയും മനസ്സ് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നടക്കാത്തൊരു സംഭവത്തെ നടന്നു എന്ന തരത്തിൽ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം ഉണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കാൻ പരിശ്രമിച്ചിരിക്കുന്നത്. അതിനെ കൃത്യമായ ഇടപെടലിലൂടെ തടയിടുകയും ആ വിഷസംഘിയെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിനിരിക്കട്ടെ ഒരു കുതിരപ്പവനെന്ന് പറയേണ്ടി വരികയാണ്.